ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഫുഡ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ബൈക്കത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത്, മീൽസ് കഴിക്കാൻ പോകുന്ന ഒരു കട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം എനിക്ക് അവിടുത്തെ ചോറും കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ അവിടെ സ്പെഷ്യൽ, അതായത് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മീനിൻ്റെ സീ ഫുഡ് ഐറ്റംസ് ആണ്. അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം നമുക്ക് പോയാലോ? ഇപ്പം നമ്മൾ പുഴയോരം ഫുഡ് കോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടത്. നല്ല രസമാണ് കേട്ടോ. അതാ പോകുന്ന വഴിയിൽ ആ പച്ചപ്പിങ്ങനെ മരങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പുഴയോരം ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് മറ്റേ വൈക്കം തലയോലപ്പറമ്പ് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അത്യാവശ്യം കുറേ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കുള്ളൊരു സമയമുണ്ട് ഞങ്ങൾ വന്നത്. അത്യാവശ്യം കുറേ ആൾക്കാർ അവിടെ മീൽസ് കഴിക്കാൻ വേണ്ടി തന്നെ വരുന്നവരാണ്. അവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീൽസ് ആണ് കേട്ടോ. എവിടെ കണ്ടാലും എടുക്കും. കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടാനായിട്ടുള്ള കറക്റ്റ് സീറ്റ് നമുക്ക് കിട്ടിയായിരുന്നേ. നല്ല രസമുണ്ട്. ഭയങ്കര കാറ്റായിരുന്നു, അത് എടുത്തു പോകണം. ഭയങ്കര കാറ്റ്, ഇച്ചിരി കാറ്റ് കൂടുതലാണേലേ ഉള്ളൂ. നല്ല വ്യൂ ആണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. അത് ആ സൈഡിൽ പോയി വ്യൂ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. കണ്ടോ എന്ത് രസമാണ് കണ്ടത് കിടക്കുന്നത് കാണാനായിട്ട്. ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ കുറേ നേരം നോക്കിയിരിക്കും. വൈകുന്നേരമൊക്കെ ഇവിടെ പോയിരിക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ ഇല വന്നിരിക്കുന്നു. കുറച്ച് നേരം എടുത്തായിരുന്നു കേട്ടോ, കാരണം ഞാൻ തവ ഫ്രൈ ഒക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കൊഴുവ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം എടുത്തു. ഒരുപാട് ടൈമല്ല, എന്നാലും അത്യാവശ്യം ടൈം എടുത്തായിരുന്നു. ഇവിടുത്തെ വെജിറ്റബിൾസ് ഒക്കെ കുറവാണെങ്കിലും മീൽസിൽ കറികൾ കുറവാണെങ്കിലും ഉള്ളതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കൊഴുവ ഫ്രൈ ഒക്കെ അടിപൊളി ടേസ്റ്റ്, അതുപോലെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് മുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചടി വന്നിരിക്കുകയാണ്. എല്ലാ കറികളും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സാറിന് മീൽസിനോടുള്ള വെജിറ്റബിൾസ് ഒന്നും ഞാൻ കൂട്ടത്തില്ല. തൊട്ട സാധനം പോലും കൂട്ടത്തില്ല. സ്പെഷ്യൽ മാത്രം കൂട്ടി കഴിക്കുന്നത് ഞാനാണ്. പക്ഷേ ഇവിടുത്തെ എല്ലാ വെജിറ്റബിൾസും കൂട്ടി ഞാൻ കഴിച്ചായിരുന്നു. അത്യാവശ്യം രണ്ടാമത് ആണെങ്കിൽ അവർ നന്നായിട്ട് കുറേ കൊണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചടിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഓവറായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നുമില്ല, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട്സ് ഓക്കെ, ഉള്ളതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ മീൽസ് കഴിക്കുന്ന ഒരാളല്ല, അത് അത്രയും ഇഷ്ടമുള്ള ഒരാളും അല്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫേവറേറ്റ് സാധനം പപ്പടം. ഭയങ്കര കാറ്റാണ് കേട്ടോ. അതാണ് ഇച്ചിരി ഇതായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ തവ നെയ്മീൻ ഫ്രൈ വന്നിരിക്കുകയാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവരെന്ത് മസാല ഇട്ടതാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഞാൻ സാമ്പാർ കൂട്ടാണ് കഴിക്കുന്നത്. എനിക്ക് പുളിശ്ശേരിയേക്കാൾ ഇവരുടെ ഇഷ്ടപ്പെട്ട സാമ്പാറാണ്. ഇതിലത്തെ എല്ലാ കറികളും കൂട്ടിയെടുത്ത് നമ്മുടെ കൊഴുവ ഫ്രൈയും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ആ ഫസ്റ്റ് ബൈറ്റ് വാസ് അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും അങ്ങനെ ഓവർ സ്പൈസിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് ബൈറ്റ് അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവരുടെ നെയ്മീൻ. ഭയങ്കര ചൂടായിരുന്നു. ഇനിഷ്യലി തവയിൽ നേരെ എടുത്തുകൊണ്ട് വന്ന പോലെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പൊള്ളുമായിരുന്നു കൈ. പക്ഷെ ആ ഒരു നെയ്മീൻ വിത്ത് ആ സാമ്പാറും ചോറും കൂട്ടി കഴിച്ചപ്പം എൻ്റെ സാറേ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ബൈറ്റ് വാസ് റിയലി ഓസം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നെയ്മീൻ തന്നെ എടുത്ത് കഴിച്ചു നോക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നെയ്മീൻ. നല്ല ഫ്രഷ് ആയിരുന്നു തോന്നുന്നു. നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ആദ്യം കഴിച്ച തവ ഫ്രൈയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ആദ്യം ഞാൻ വന്ന് കഴിച്ച ഒരു നെയ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്കിതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട അതിൻ്റെ മസാലയായിരുന്നു. നല്ല അത്യാവശ്യം അവരുടെ കറികളും നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് നെല്ലിക്കാച്ചാറാണ്. നേരത്തെ കിട്ടിയത് മാങ്ങാച്ചാറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എഗെയിൻ രണ്ടാമത് ചോറ് വാങ്ങിച്ചേക്കാണ്. പൊതുവേ ഞാൻ ഒട്ടും രണ്ടാമത് ചോറ് വാങ്ങുന്ന ചോറേ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം എനിക്ക് പുളിശ്ശേരിയും കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കണമെന്ന് തോന്നി. പക്ഷേ പുളിശ്ശേരിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറാണ് കേട്ടോ. വലിയ സ്പൈസി ഒന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറിന്. അത്യാവശ്യം ഒരു സെക്കൻഡ് ടൈം കറി വിളമ്പുമ്പോഴൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ നമുക്ക് കറി തരുന്നുണ്ട് കേട്ടോ. എല്ലാ പയറും മെഴുക്ക് പുരട്ടി ആണെങ്കിലും അവിയലാണെങ്കിലും ഒക്കെ വാസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവരുടെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചിമാരൊക്കെ ആണെങ്കിലും പിന്നെ ഞാൻ അടുത്ത് ഇവരുടെ ഓർഡർ ചെയ്ത സാധനം നറുനീമ്പി സർബത്ത്. ഇത് ഇന്നാൾ വന്നപ്പോഴും പണ്ട് വന്നപ്പോഴും ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു.
അത്യാവശ്യം നല്ല ടേസ്റ്റിയുള്ള നല്ല റിലാക്സിങ് സർബത്താണ് കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഒരു പാൽപ്പായസം ഈ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എനിക്കിങ്ങനെ മീൽസിനോട് കിട്ടുന്ന പായസത്തിൻ്റെ ഫാനല്ല, സേമിയ പായസമൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു പായസം ഒരുപാട് മധുരം ഇല്ല, എന്നാൽ കറക്റ്റ് മധുരമായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അടുത്താണ് ഇവരുടെ ഹൈലൈറ്റ് നറുനീണ്ടി സർബത്ത്. ഞാൻ അത്ര സർബത്ത് ഫാൻ അല്ല, പക്ഷേ ഇത് ഭയങ്കര ക്വയറ്റ് റിലാക്സിങ് എന്ന് പറയാം. ഇത് കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അത്. ആ ഒരു ചൂട് പ്ലസ് ആ ഒരു കാറ്റ് പ്ലസ് നറുനീണ്ടി സർബത്ത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈക്കം ടു തലയോലപ്പറമ്പ് റൂട്ടിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാ അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടുന്ന്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പുഴയർത്തുനിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളി മീൽസ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. അതുപോലെ അവിടുത്തെ സീ ഫുഡ് സ്പെഷ്യൽസ് അടിപൊളിയാണ്. നിങ്ങൾ മീൽസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, സീ ഫുഡ് ലവർ ഒക്കെ ആണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ മീൽസ് കഴിക്കുന്ന ഒരാളല്ല, എനിക്ക് അതിനകത്ത് കറികൾ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. സീ ഫുഡ് ലവറും അല്ല ആക്ച്വലി. പക്ഷേ വൺസ് ഇവിടെ വന്നൊരു ദിവസം ഞാൻ ഇവിടുത്തെ ഒരു മീൽസ് വിത്ത് സീ ഫുഡ് സ്പെഷ്യലും കൂട്ടി കഴിച്ചപ്പോൾ അന്ന് ഞാൻ നെയ്മീൻ തന്നെയാണ് കേട്ടോ കഴിച്ചത്. നെയ്മീൻ ഫ്രൈയോ ആണ് ഞാൻ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ഫാനായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കാൻ വരുമ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ആംബിയൻസും നല്ല കാറ്റുമാണ്. അവരുടെ സർവീസും എനിക്ക് ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ അത് കഴിഞ്ഞ് കുടിച്ചിട്ട് ഒരു നറുനീണ്ടി സർബത്ത് എന്ന് പറഞ്ഞാൽ എന്ത് റിലാക്സിങ് എന്നറിയാം. അപ്പൊ നിങ്ങൾ വൈക്കമുള്ളവരാണ് അല്ലെങ്കിൽ നിയർ ബൈ തലയോലപ്പറമ്പുള്ളവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്, മസ്റ്റ് ട്രൈ ഒരു ഓപ്ഷനാണ്. അപ്പൊ നാളെ ഇങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.